എല്ലാവർക്കും നമസ്തേ. ഇന്ന് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ ബ്രെഡ് ബജിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബ്രെഡ് ബജി എന്നോ ബ്രെഡ് പക്കോട എന്നൊക്കെ ഇതിനെ വിളിക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് തന്നെ ബജി തയ്യാറാക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുമല്ലെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി നമുക്ക് ബജി തയ്യാറാക്കാം. അതുമല്ലെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഇഷ്ടം പോലെ അത് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഈ ബ്രെഡൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി നമുക്ക് ബജിയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒരു പരന്ന ബേസിനിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ചേർക്കാം. 1 ടീസ്പൂൺ അരിപ്പൊടി, പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും ചേർക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നിറച്ച് സവോള തരിതരിപ്പായി അരിഞ്ഞതാണ്, അതും കൂടി ചേർക്കാം. ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കറുത്ത എള്ള്, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 2 ടീസ്പൂൺ പഞ്ചസാര, ചെറിയ ഒരു മധുരത്തിനായിട്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, എല്ലാം കൂടി മിക്സാക്കി എടുക്കാം. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യല് കേട്ടോ. നമ്മുടെ ബജിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു തിക്ക് ബാറ്ററായിട്ട് നമുക്ക് കലക്കിയെടുക്കാം. കട്ടയില്ലാതെ തന്നെ ബാറ്റർ മിക്സാക്കി എടുക്കണം. ഒരു 2 പച്ചമുളക് തരിതരിപ്പായിട്ട് അരിഞ്ഞത് എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പും എരിവും മധുരവും ഒക്കെ ഒന്ന് നോക്കാം. ഇനി നമുക്ക് ബജി തയ്യാറാക്കാം. അതിനായിട്ട് പാനിലേക്ക് നമുക്ക് വറുക്കാനായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കണം. ബ്രെഡിൻ്റെ ഓരോ പീസസും ബാറ്ററിലേക്ക് മുക്കി ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചുമിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വറുത്ത് കോരാം. പുറം ഒന്ന് ക്രിസ്പി ആയി വരണം, അത്രേ വേണ്ടൂ. ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇനി നീളത്തിലുള്ള പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൂട്ടിയും കുറച്ചും നമ്മൾ കരിഞ്ഞു പോകാതെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതും റെഡി ആയിട്ടുണ്ട്. അതും കോരി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാ ബജിയും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് മുറിച്ച് കാണിച്ചു തരാം, ഒന്ന് കഴിച്ച് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചെറിയ ഒരു ഊറിയ മധുരവും എരിവുണ്ട്, ഉപ്പും എല്ലാം കറക്റ്റാണ്. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ചായക്ക് വെള്ളം അടുപ്പത്ത് വെക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ടേസ്റ്റി ബജിയാണിത്. ഈ ഒരു രീതിയിൽ നിങ്ങളും ബ്രെഡ് ബജി തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മ ഇതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, പാഷൻ ഇടുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾ തീർച്ചയായും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെയായി ഷെയറും ചെയ്യുക. മറ്റ് റെസിപ്പീസുമായി അമ്മ വരും വരെ നന്ദി, ടാറ്റ, ഗുഡ് ബൈ.